ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അത് നമ്മൾ വെഡ്ഡിങ് കാർഡിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീട്ടിലെ കാർഡൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെക്കൻ്റെ വീട്ടിലെ കാർഡ് ചെയ്തതിന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തതാണ് കണ്ടു നോക്കുക. അതിനകത്ത് ഞാൻ വേറെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ കാർഡാണ് ഇങ്ങനെ ആട്ടോ വരുന്നത്. ഫൈനൽ ലുക്ക് വരുന്ന ഇങ്ങനെ പറഞ്ഞ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു കാർഡിനടുത്ത് ചെയ്ത് നോക്കി എങ്ങനെയാവും എന്നറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അതെന്താ ഞാൻ പറയാൻ്റെ വഴിയേ. അതായത് നമ്മൾ ഈ കാർഡ് റെഡ് കാർഡും അതേപോലെ ഈ ഒരു വയലറ്റ് കാർഡ് മാത്രമേ നമ്മൾ ഇങ്ങനെ കവറപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ അതിനകത്ത് മൊത്തവും കാർഡിൽ, കാരണം അത് 150 കാർഡുണ്ട് കേട്ടോ. 150 200 കാർഡാണോ? 200, അത് രണ്ടും കൂടെ 300 കാർഡുണ്ട് കേട്ടോ. സോറി, 150 300 കാർഡുണ്ട് കേട്ടോ. അത് രണ്ടും കൂടി അതിനകത്ത് ഞാൻ 74 കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വയലറ്റ് 74 കാർഡ്, അതേപോലെ തന്നെ റെഡിൻ്റെ 74 കാർഡിൽ മാത്രമേ ഇതേപോലെ ചെയ്യുന്നുള്ളൂ കേട്ടോ, കവർ ചെയ്യുന്നുള്ളൂ. ഇത് അതിന് പറ്റിയ എനിക്ക് അബദ്ധം എന്ന് വെച്ചാൽ ഇതിന് സൈസ് എനിക്കത് മാറിപ്പോയിട്ടോ. നമ്മൾ ഈ കാർഡിൻ്റെ ഇത് സൈസ് ഒന്ന് മാറിപ്പോയി. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ കാർഡ് ചെയ്യുന്നത്. ഈ സൈസിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ സൈസ് ഒന്ന് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത സൈസിൽ നോക്കിയപ്പോൾ പാക്ക് ചെയ്യാൻ കറക്റ്റിനെ മൂടി കവറായിട്ട് വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്യുക എന്ന് കരുതി. ഇങ്ങനെ കട്ടിംഗ് ബോർഡ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഭാഗ്യം. ഞാൻ കറക്റ്റ് ഷേപ്പിനെ കട്ടിംഗ് ബോർഡ് വെച്ച് കട്ട് ചെയ്തതിന് വെച്ച് നോക്കും, ശരിയാവത്തില്ല. വീണ്ടും ഞാൻ കട്ട് ചെയ്യും, വീണ്ടും വെച്ച് നോക്കി, ശരിയാവുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടോ ശരിയായത്. ഒരു 4 മൂലയും ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു കുറച്ചായിട്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളൊന്നും പോകാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അത് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കട്ടിംഗ് ബോർഡ് വെച്ചാട്ടോ ഞാൻ ആദ്യം പിന്നെ ഒരെണ്ണം ഇതാണ് കട്ട് ചെയ്യുന്നത് വെച്ചിട്ട് അത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കവർ ഇങ്ങനെ ചെയ്ത് മാറ്റി. പിന്നെ ആയപ്പോൾ ഈ 74 10 150 കാർഡ് പുറത്ത് നമുക്കിങ്ങനെ ചെയ്യണം. അത് ഒരേ നേരം കട്ട് ചെയ്ത് ഇന്നും തീരാത്തതുകൊണ്ട് ഞാൻ 2-3 കാർഡ് ഒരുമിച്ച് പിന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കട്ടിംഗ് ബോർഡിൽ നമുക്ക് അങ്ങനെ ഒരുപാട് കാർഡ് ഒരുമിച്ച് കട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് പേപ്പർ കീറിപ്പും ആ ഒരു ഇതുണ്ട് കേട്ടോ. ബ്ലേഡ് പോലത്തെ ചില സമയത്ത് പേപ്പർ കുഞ്ഞിക്കഴിഞ്ഞാൽ മൊത്തം ചീത്തയായി പോട്ടോ അത് കാർഡിൻ്റെ ഇത്. ആണ് ഞാൻ കരുതി ഞാൻ കുറച്ചൊക്കെ 2-3 കാർഡ് മാത്രമേ വെച്ചിട്ട് കട്ട് ചെയ്ത് കേട്ടോ. കുറച്ചും കൂടി വലിയ കട്ടിംഗ് മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ അന്നേരം വിചാരിച്ചു കേട്ടോ. പിന്നെ പോട്ടെ എന്ന് കരുതി. എനിക്കിപ്പോൾ അത്യാവശ്യം ഇത് മതി, നമുക്ക് വെക്കും. പിന്നെ കുറച്ച് നല്ല കട്ടിംഗ് മെഷീൻ മേടിക്കണം, കട്ട് ചെയ്യുന്ന ഇത് മേടിക്കണം. പിന്നെ അതേപോലെ തന്നെ റെഡും കട്ട് ചെയ്തു. റെഡിൻ്റെ അകത്ത് പിന്നെ അവർ കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ അവർ മേടിച്ചത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. അന്നേരം അവർ കട്ട് ചെയ്തതിന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നുണ്ട് റെഡ് കാർഡ്. അന്നേരം അത് ഞാൻ കറക്റ്റ് കട്ട് ചെയ്ത് ഷേപ്പാക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ കട്ട് ചെയ്ത് അത് ഒരു ഫാം ഇങ്ങനെ വീതി കൂടുതലും ഒരു ഫാം വീതി കുറവ് അങ്ങനെ കേട്ടോ വന്നിരുന്നത്. അതൊക്കെ ഞാൻ വീണ്ടും ഇത് ജസ്റ്റ് ഒന്ന് കറക്റ്റായി കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ രണ്ടും. അങ്ങനെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ കട്ട് ചെയ്യുമ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് തീരത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മടിച്ചിയാണല്ലോ, ഞാനും മടിച്ചിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചേച്ചീനെ പാക്ക് ചെയ്ത് എന്ന് വെച്ചാൽ കവറപ്പ് ചെയ്തിട്ട് കവർ ചെയ്ത് ആ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ച് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ തീർന്നു എന്ന് പറയാനും ഞാൻ മാത്രമാണെങ്കിൽ ഇപ്പം തീരത്തില്ല. എന്നിട്ട് ഞാൻ ഡിസംബർ ഒക്ടോബറിൽ എടുത്തുകൊണ്ട് വന്ന സാധനം ഡിസംബർ ആയപ്പോഴാണ് ഞാൻ ചെയ്ത് തീർത്തത്. പിന്നെ നമ്മൾ ഇതേപോലെ നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്കോർ ചെയ്ത് എടുത്ത കേട്ടോ. നമുക്കിനി ഉരിച്ചെടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്കോർ ചെയ്ത് എടുത്തതാണ്. അതാണ് ഇതേപോലെ നമ്മളിത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇതിങ്ങനെ ഇത് ഇങ്ങനെ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഇതും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ച സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അന്നേരം അല്ലെങ്കിൽ ഇതേപോലെ ചേച്ചിയായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ അപ്പുറത്ത് ഇരുന്ന് കട്ട് ചെയ്യുവാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അവളെ കൈകൾ മാത്രം കാണുന്ന ചേച്ചിയുടെ കൈകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അന്നേരം അവളിങ്ങനെ എല്ലാവരും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്നു, അവൾ ഒട്ടിക്കുന്നു. അതായിരുന്നു നമ്മളെ പണി കേട്ടോ. അന്നേരം അത് പെട്ടെന്ന് ഈ കാർഡ് നമുക്ക് എനിക്ക് ഒരു ദിവസവും 2 ദിവസം കൊണ്ട് നമ്മൾ ചെയ്ത് തീർത്തു കേട്ടോ. കാരണം എളുപ്പമായിരുന്നു. കാരണം പാക്ക് ചെയ്ത് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചേച്ചിയും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ചേച്ചി ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു കാർഡ് 2 ദിവസം എടുത്തോളൂ നമ്മൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു നീല കാർഡായിരുന്നു. അത് പിന്നെ നമുക്ക് പഞ്ചേനുണ്ടായിരുന്നു. അത് കുറച്ച് ടൈം എടുത്താണ് നമ്മൾ ചെയ്തത്, കുറച്ച് സമയം എടുത്താണ് ചെയ്തത് അത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഇത് കൈന് ചെയ്ത കാർഡും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 12 കാർഡിൻ്റെ കാർഡ് ഞാൻ കൈൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുവെക്കണം. അത് ഞാൻ ചെയ്തത് ജനുവരിയിലാട്ടോ. ഈ ജനുവരിയിലാണ് ഞാനത് ചെയ്തത്. എന്നാൽ ഒരു ജനുവരി ഇപ്പോൾ ഒരു 10-ാം തീയതിയൊക്കെ 10-ാം തീയതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ആ 12 കാർഡും ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു.
അതുകൊണ്ട് ഞാൻ ഫോട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല കേട്ടോ ആ കാർഡ്. നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് റിബണും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് തന്നെ അത് നമ്മൾ വിചാരിച്ച രീതിയിൽ ആ കാർഡ് കിട്ടിയില്ല. എന്നാലും എങ്ങനെയാലും ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ കാർഡ്. അതിൻ്റെ ഫോട്ടോ കാണിക്കാം. അതിന് ശേഷം ഞാൻ ഈ കാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാർഡും കൂടി വെഡ്ഡിങ് കാർഡിൻ്റെ വർക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം കേട്ടോ ആ ഒരു കാർഡ്. എന്നെ ചേച്ചി ഇത് മൊത്തം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. ഇതിൽ കുറച്ച് കാർഡ് നമ്മൾ പ്ലെയിൻ ജസ്റ്റ് കാർഡ് മാത്രമേ കവറൊന്നും ഇല്ലാതെ കൊടുക്കുന്നത്. കുറച്ച് കാർഡ് മാത്രമേ നമ്മളിങ്ങനെ പാക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ കാര്യം, ഞാൻ മേടിക്കാൻ വിട്ടുപോയതാണ് കവറ്. എന്നെ കടയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കണക്ക് മാറിപ്പോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ പറ്റിയത് 300 എണ്ണം വേണ്ടിടത്ത് ഞാൻ 150 മാത്രമേ മേടിച്ചുള്ളൂ. അതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ബ്ലൂ കളർ കാർഡ് ചെയ്ത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് നമ്മൾ ആദ്യം ചെയ്ത കാർഡിന് അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് കാണിച്ചിട്ടില്ല. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ്. ഇതിനെല്ലാത്തിൻ്റെ ഫോട്ടോയും വീഡിയോയും കാണിക്കാം കേട്ടോ. പറ്റുമെങ്കിൽ ഫോട്ടോ കാണിക്കാം. ഇതിന് ശേഷം ഞാൻ ചെയ്തൊരു കാർഡിൻ്റെയും കൂടി ഫോട്ടോനെ എന്നോട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം പിന്നീട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള സാഹചര്യം എല്ലാവരും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതായത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് വന്ന് ചോദിച്ചാൽ മതി. @by Nikki എന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് കേട്ടോ. അതായത് ഇതാണ് ഞാൻ പിന്നെ ചെയ്തത് കാർഡ്. ഇത് മലയാളത്തിലാണ് നമ്മൾ ചെയ്തത്, മലയാളം കാർഡായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ കാർഡിൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കില്ലാണ്ട് എങ്ങനെ കാർഡൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റും കൂടെ ചെയ്തേക്കുക കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഷോർട്ട് വീഡിയോ ആട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആട്ടോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.